നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും കനത്ത ചൂട് തുടരും. 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ചൂട് ശമിക്കാത്തതിനാൽ നാളെ വരെ ജാഗ്രത തുടരും. കൊടും വേനലിൽ വെന്തുരുകുകയാണ് സംസ്ഥാനം. വേനൽ മഴ വൈകുന്നതിനാൽ ചൂട് തുടരും. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും കനത്ത ചൂട് അനുഭവപ്പെടും. ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നാളെ വരെ അതീവ ജാഗ്രത തുടരാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ദിവസങ്ങളിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണം. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, രോഗികൾ തുടങ്ങിയവർ പകൽ 11 മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം. കനത്ത ചൂടിൽ ഇന്നലെ 117 പേരാണ് ചികിത്സ തേടിയത്. സൂര്യാതപത്തിൽ 65 പേർക്ക് പൊള്ളലേറ്റു. ഒരാഴ്ച കൂടി ഈ സ്ഥിതി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. സൂര്യാതപം ശക്തമായ സാഹചര്യത്തിൽ കരുതൽ നടപടികളുമായി എറണാകുളം ജില്ലാ ഭരണകൂടം. ഉച്ചയ്ക്ക് 11നും 3നും ഇടയിൽ പുറം ജോലി ചെയ്യുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. ജില്ലയിൽ കൂടുതൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. എറണാകുളം ജില്ലയിൽ സൂര്യതപമേൽക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചൂടിനെ നേരിടാൻ കൂടുതൽ നടപടികളുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയത്. കടുത്ത ചൂടിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനായി കൂടുതൽ കൺട്രോൾ റൂമുകൾ സജ്ജമാക്കി. ഒപ്പം സൂര്യതപമേറ്റാൽ ആവശ്യത്തിന് ചികിത്സ നൽകാൻ ആശുപത്രികളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള വ്യക്തമാക്കി. ഉച്ചസമയത്ത് കൊടും ചൂടിൽ തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനിയും ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാകും. 11 to 3 നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ദിവസം മുൻപ് ഒരു റെയ്ഡ് നടത്തിയിരുന്നു. 7 സ്ഥലങ്ങൾക്ക് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് വിങ് സ്റ്റോപ്പും ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് 3 സ്ഥലങ്ങളിൽ വർക്ക് സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് പേഴ്സണലി ഫോളോ ചെയ്യുന്നുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലാണ് എല്ലാ സ്ഥലങ്ങളും ഒരു ദിവസത്തിലും ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റില്ല. അല്ലേ, നമ്മുടെ സ്ഥലങ്ങൾ കുറേ ചെയ്തത് ഫൈനൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മളല്ലെങ്കിൽ അടുത്ത ലെവലിൽ കേസ് എടുക്കേണ്ടതായിരിക്കും. ജില്ലയിൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ആവശ്യത്തിന് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം 30 ഡിഗ്രിക്ക് മുകളിലായിരുന്നു ചൂട് രേഖപ്പെടുത്തിയത്. ചൂട് ക്രമാതീതമായി വർദ്ധിക്കുമ്പോഴും ഇത് അളക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ജില്ലയിലില്ലാത്തത് തിരിച്ചടിയാകുന്നതായാണ് വിലയിരുത്തൽ. ജില്ലയിൽ 6 പേർക്ക് സൂര്യാതപമേറ്റതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം രാജാക്കാട്ടിൽ 30 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് രേഖപ്പെടുത്തിയത്. കട്ടപ്പനയിൽ 31 ഡിഗ്രിയും നെടുങ്കണ്ടം 32, അടിമാലി 33, തൊടുപുഴ 36 ഡിഗ്രി എന്നുമാണ് അനൌദ്യോഗിക കണക്ക്. എന്നാൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തുന്നതിന് ജില്ലയിൽ വേണ്ട സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിനടക്കം ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സാധിക്കുന്നില്ല. ഇടുക്കിയിലെ കർഷകര് പുറത്തിറങ്ങണ്ട എന്നുള്ളൊരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഇടുക്കിയിലെ ജനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ട ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. കാരണം എന്താണ്, ഇടുക്കിയിൽ ഇതുപോലൊരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും അടിയന്തരമായി തന്നെ ഈ കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണം. കാലാവസ്ഥാ പഠന കേന്ദ്രം ഇടുക്കിയിലെ മൂന്നാറിലും വാഴത്തോപ്പിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. താപനില അളക്കുന്നതിന് ജില്ലയിൽ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. നിലത്തേക്ക് വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി വെന്റിലേറ്ററിലാണ്. ഇടുക്കി ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടാനച്ഛൻ അരുൺ ആനന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയെ മർദ്ദിച്ച രണ്ടാനച്ഛനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയതായി ശിശുക്ഷേമ സമിതി ചെയർമാൻ പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ അറിയിച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കുട്ടിയുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാമോ? ഇന്ന് ആരുടെയൊക്കെ മൊഴിയാണ് രേഖപ്പെടുത്തുക? നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില അതീവ ആശങ്കാജനകമായി തന്നെ തുടരുന്നു എന്നാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരിൽ നമുക്കറിയാൻ കഴിയുന്നത്. ഇന്നലെ തലച്ചോറ് തുറന്നു ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. എന്നാൽ ആ ശസ്ത്രക്രിയ പൂർണ്ണമായും ഫലം എത്തിയിട്ടുണ്ടോ എന്ന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വെന്റിലേറ്ററിൽ തന്നെ കുട്ടി തുടരുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നതിന് അതീവ ദുഷ്കരം എന്ന് തന്നെയാണ് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ കുമാരമംഗലത്ത് ഈ കുട്ടിയൊക്കെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ആദ്യം
ഈ സംഭവത്തെക്കുറിച്ച് കുട്ടിയുടെ അമ്മ ചൈൽഡ് ലൈനിൽ നൽകിയ മൊഴി കുട്ടി സെറ്റിയിൽ നിന്നും താഴേക്ക് വീണത് എന്നായിരുന്നു. എന്നാൽ പിന്നീട് കുട്ടിയുടെ അനുജനായ 4 വയസ്സുകാരൻ്റെ മൊഴിയെടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ക്രൂരമായ പീഡനത്തിൻ്റെ കഥകൾ പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർമാരും ഇത്തരത്തിൽ കുട്ടിയെ വലിച്ചെറിഞ്ഞതോ ഭിത്തിയിൽ ഇടിപ്പിച്ചതോ ആവാനുള്ള സാധ്യതകൾ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ചൈൽഡ് ലൈൻ ഇക്കാര്യത്തെപ്പറ്റി അന്വേഷണം നടത്തുകയും ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ പോലീസ് കുട്ടിയുടെ അമ്മയുടെ മൊഴി എടുക്കും എന്ന സൂചനകളാണ് നൽകുന്നത്. ആശുപത്രിയിൽ പോയി മൊഴി എടുത്ത ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് തിരിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികൾക്കെതിരായ അതിക്രമത്തിനൊപ്പം വധശ്രമത്തിനുള്ള കുറ്റം കൂടി ഈ കുട്ടികളുടെ രണ്ടാനച്ഛനെതിരെ ചുമത്തും എന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വലിയ ദുഷ്കരമായൊരവസ്ഥയിലാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ കുട്ടിയുടെ അവസ്ഥ തുടരുകയാണ്. ആര്യ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത വേനലിൽ എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിലും പരിസരത്തും കുടിവെള്ള സൗകര്യമൊരുക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ്. 5 കേന്ദ്രങ്ങളിൽ മനുഷ്യർക്കൊപ്പം പക്ഷികൾക്കും ഇവർ കുടിവെള്ളം നൽകുന്നുണ്ട്. മനുഷ്യർക്കും പറവകൾക്കും കുടിനീരൊരുക്കി മാതൃകയാവുകയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് ഭാരവാഹികൾ. എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിലടക്കം 5 സ്ഥലങ്ങളിലാണ് കുടിവെള്ള യൂണിറ്റ് സ്ഥാപിച്ചത്. ഇതിനു പുറമെ കെട്ടിടങ്ങൾക്ക് മുകളിലും മരത്തണലിലുമായി പറവകൾക്കും കുടിനീര് നൽകുന്നുണ്ട്. തൊഴിലാളികളും വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ ദൈനംദിനം ഒരുപാട് ആളുകൾ ഈ എടവണ്ണപ്പാറയായിട്ട് വന്ന് കയറി പോകുന്നുണ്ട്. കുടിവെള്ളത്തിൻ്റെ അഭാവം മൂലം ആർക്കും വെള്ളം കിട്ടാതിരിക്കരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ എടവണ്ണപ്പാറയിലെ 5ഓളം ഭാഗങ്ങളിൽ കുടിവെള്ളം സ്ഥാപിച്ചിട്ടുള്ളത്. വേനൽ ചൂടിൽ ഏർപ്പെടുത്തിയ കുടിവെള്ള സൗകര്യത്തിൽ നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ളൊരു പ്രയോജനകരമായൊരു കാര്യമാണ് ഇവിടുത്തെ വ്യാപാരി യൂത്ത് വിംഗ് ചെയ്ത ഈ സദുദ്യമം. അത് മാത്രമല്ല എടവണ്ണപ്പാറയുടെ എല്ലാ 4 ഭാഗങ്ങളും ഇത്തരമൊരു സൗകര്യം ചെയ്ത് യാത്രക്കാർക്കും അതുപോലെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. ന്യൂസ് 18 എടവണ്ണപ്പാറ. കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ മൂന്നാറിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിയൊഴുകുന്നു. പൈപ്പ് പൊട്ടി 1 മാസമായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാർ പുതിയ പാലത്തിന് സമീപത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത്. കാലങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടത്താത്തതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ 1 മാസമായി കുടിവെള്ളം റോഡിൽ കൂടി ഒഴുകുമ്പോഴും പൈപ്പുകൾ നന്നാക്കുന്നതിന് അധികൃതർ തയ്യാറായിട്ടില്ല. മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുമ്പോൾ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. പൈപ്പുകൾ പൊട്ടി ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടുവാൻ വേണ്ടി പല പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടാൽ പോലും അതിന് പ്രതികരിക്കുവാൻ പോലും തയ്യാറാകാത്ത ഉദ്യോഗസ്ഥന്മാരാണ് മൂന്നാർ മേഖലയിൽ നിൽക്കുന്നത്. അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കി പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. ദിനം പ്രതി ചൂട് കൂടുന്നതോടെ സംസ്ഥാനത്ത് എയർ കണ്ടീഷനുകളുടെ വിൽപ്പന വർദ്ധിച്ചു. AC വിൽപ്പന കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയെന്നും വ്യാപാരികൾ പറയുന്നു. ചൂട് കൂടുന്നതോടെ വലിയ വിൽപ്പനയാണ് AC-യുടെ വിപണിയിലുണ്ടാകുന്നത്. കഴിഞ്ഞ തവണ മധ്യവേനലിൽ മഴ ലഭിച്ചതുകൊണ്ട് വിൽപ്പനയിൽ കുറവുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി മഴ ഒഴിഞ്ഞതും ചൂട് പ്രവചനാതീതമായി ഉയരുന്നതും AC-യുടെ വിൽപ്പനയും വർദ്ധിപ്പിക്കുകയാണ്. സീസണിന്റെ തുടക്കത്തിൽ തന്നെ മികച്ച വിൽപ്പന ലഭിച്ചതായി വ്യാപാരികൾ പറയുന്നു. ആഡംബരമായി കണ്ടിരുന്ന AC ഇപ്പോൾ ഒരു അവശ്യ വസ്തുവായി പല വീടുകളിലും എത്തിക്കഴിഞ്ഞു. ഇത്തവണ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന് മുകളിലുള്ള ഒരു സെയിലാണ് വരുന്നത്. കാരണം ചൂട് നന്നായിട്ട് കൂടി ആൾക്കാർക്ക് പറ്റുന്നില്ല മാനേജ് ചെയ്യാനായിട്ട് വിത്തൗട്ട് AC. അപ്പം ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും ബൾക്കായിട്ട് എനിക്കൊന്ന് ഇതിനു മുമ്പ് 2016 ഈ സെയിൽ വന്നത്. അപ്പോൾ അതൊരു വലിയ ചലഞ്ചാണ് ഇവിടെ. ഇപ്പോൾ ഞങ്ങളൊക്കെ 24 hours ഗോഡൗൺസ് വർക്കിംഗ് ആണ്. എക്സിക്യൂഷനും ഈ ഫിറ്റിംഗ് അത് ഒത്തിരി ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 ടൺ ഇൻവെർട്ടർ AC-ക്കാണ് ആവശ്യക്കാർ കൂടുതലും. മാസത്തവണയിൽ വായ്പ അനുവദിക്കുന്നതും ഓഫറുകളും വിൽപ്പന ഉയർത്തുന്നതിന് സഹായകരമായിട്ടുണ്ട്. 3 ലക്ഷം AC യൂണിറ്റുകളുടെ വിൽപ്പനയാണ് 3 മാസം കൊണ്ട് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് കൂറ്റനാട് ഷോപ്പിംഗ് മാളിൽ വൻ തീപിടുത്തം. 4 നില കെട്ടിടത്തിന്റെ 3 നിലകൾ പൂർണ്ണമായും കത്തി. ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ നശിച്ചു. ഷൊർണൂരിൽ നിന്നും കുന്നംകുളത്ത് നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘം രാത്രി വൈകി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം അറിയാൻ ഇന്ന് വിശദമായ പരിശോധനകൾ നടക്കും. ഇടമലയാർ ആനവേട്ട കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സിന്ധു എന്ന തങ്കച്ചി ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. കോതമംഗലം കോടതിയിൽ കീഴടങ്ങാനായി ഇന്നലെ തങ്കച്ചി എത്തിയിരുന്നുവെങ്കിലും ഇതിന് കോടതി അനുമതി നൽകിയിരുന്നില്ല. അടുത്ത മാസം 23 വരെ
ജാമ്യ കാലാവധി ഉള്ളതിനാലാണ് അപേക്ഷ കോടതി നിരാകരിച്ചത്. ഇതേ തുടർന്നാണ് തങ്കച്ചി ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ കീഴടങ്ങുന്നത് അടക്കമുള്ള തുടർ നടപടികൾ സാധ്യമാകൂ. അതേസമയം തങ്കച്ചിയുടെ മകൻ അജീഷിനെ കോതമംഗലം കോടതി 10 ദിവസത്തേക്ക് വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രളയത്തിൽ കിടപ്പാടം നഷ്ടമായ കുടുംബങ്ങൾക്ക് വീടൊരുക്കി നാവികസേന. കൊച്ചി കടമക്കുടി പഞ്ചായത്തിലെ 3 കുടുംബങ്ങൾക്കാണ് നാവികസേനയുടെ നേതൃത്വത്തിൽ വീട് നൽകിയത്. പ്രളയത്തെ തുടർന്നുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചെറിയ കടമക്കുടിയിലെ 3 കുടുംബങ്ങൾക്ക് ദക്ഷിണ നാവികസേനയുടെ നേതൃത്വത്തിൽ വീട് നൽകിയത്. ഉടമസ്ഥരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചായിരുന്നു വീടിന്റെ നിർമ്മാണം. 3 വീടുകൾക്കുമായി 28 ലക്ഷം രൂപയാണ് മുതൽ മുടക്ക്. കിടപ്പുമുറി, അടുക്കള, ശുചിമുറി എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ട്. വീട്ടുപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതിക്കായി സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നു. വൈസ് അഡ്മിറൽ അനിൽകുമാർ ചൗള വീടുകളുടെ താക്കോൽ കൈമാറി. കടമക്കുടിയെ പിഴലയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ശിലാസ്ഥാപനവും നാവികസേനയുടെ നേതൃത്വത്തിൽ നടന്നു. നിലവിലെ പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടെ ഈ ചെറിയ കടമക്കുടിയിൽ വരാനുള്ള പാലം വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ്. അതിനും കൂടെ നേവി അതിനുള്ള ഡിസൈൻ തയ്യാറാക്കി അതിൻ്റെ പണി അടുത്ത് തന്നെ തുടങ്ങുന്നതായിരിക്കും. സ്റ്റീൽ പാലം 50 മീറ്റർ 3.5 മീറ്റർ വീതിയിലുള്ള പാലം പണിയുന്നതായിരിക്കും. ഓഗസ്റ്റോടുകൂടി അതിൻ്റെ പണിയും തീരും. വീട് ലഭിച്ചവർ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിറവിലാണ്. എനിക്കിങ്ങനെ ഇത്ര വലിയൊരു വീട് വെക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. അപ്പോൾ നമ്മളെ ദൈവത്തിൻ്റെയും എല്ലാവരുടെയും കുരുത്തം കൊണ്ട്, പ്രത്യേകിച്ച് നേവിക്കാർ, സാറിനോടും സാറിൻ്റെ എല്ലാവരോടും വല്ലാതെ നല്ല കടപ്പാടുകൾ ഉണ്ടായിരിക്കും എന്നും. കടമക്കുടിയിലെ വീടുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്ന പദ്ധതിക്കും നാവികസേന തുടക്കമിട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. സ്വന്തമായി നിർമ്മിച്ച വീട് പണി അവസാന ഘട്ടത്തിലെത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. ചിറയൻകീഴ് മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് ലൈഫ് പദ്ധതി പ്രകാരം കുടുംബശ്രീ പ്രവർത്തകർ വീട് നിർമ്മിച്ചത്. അടിസ്ഥാനം കെട്ടുന്നത് മുതൽ കോൺക്രീറ്റ് വരെയുള്ള മുഴുവൻ ജോലികളും ചെയ്യുന്നത് വനിതകൾ തന്നെയാണ്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 28 അംഗങ്ങളാണ് വീട് നിർമ്മിക്കാൻ സജീവമായി രംഗത്തുള്ളത്. 53 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് കരാർ. 20 ദിവസം പിന്നിടുമ്പോൾ പണി 1/4 ഭാഗത്തോളം പൂർത്തിയായി കഴിഞ്ഞു. കൊടും ചൂടിനെ അവഗണിച്ചാണ് നിർമ്മാണ പ്രവർത്തനം. ഈ പണി നടക്കുന്നത് 53 ദിവസം കൊണ്ടാണ് ഈ പണി പൂർത്തീകരിക്കേണ്ടത്. ഇപ്പോൾ 20 ദിവസമായി. മൊത്തം 28 അംഗങ്ങളുണ്ട്. എല്ലാം കുടുംബശ്രീ അംഗങ്ങളാണ്. ഇതര പഞ്ചായത്തിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങളാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ വീട് നിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ പണിയേൽപ്പിക്കാൻ പോലും മടിച്ചവരുണ്ടെന്ന് ഇവർ പറയുന്നു. മുതാക്കൽ സ്വദേശി തങ്കമണിക്ക് ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീടാണ് പൂർത്തിയാക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ എനിക്ക് ലഭിച്ച വീടാണിത്. ഒരു മെമ്പർ വന്ന് ഇങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് കുടുംബശ്രീക്കാർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. വീട് പണി കഴിയുന്നതോടെ നിർമ്മാണ മേഖലയിൽ പുത്തൻ ചുവടുവയ്പ് പൂർത്തിയാക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. ന്യൂസ് 18 ചിറയൻകീഴ്. ഇനി നാട്ടുവോട്ട്. വോട്ട് നമ്മുടെ അവകാശമാണെന്നും വോട്ട് ചെയ്യേണ്ടത് കടമയാണെന്നും ഓർമ്മിപ്പിച്ച് സാൻബോട്ട് റോബോട്ട് ജനങ്ങൾക്കിടയിലെത്തി. തൃശൂർ ശോഭ സിറ്റിയിലെത്തിയ റോബോട്ട് കാണികൾക്ക് കൗതുകമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതികളുടെ ഭാഗമായാണ് റോബോട്ട് എത്തിയത്. വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റോബോട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. സംസാരം ഇംഗ്ലീഷിലാണെങ്കിലും പാട്ടും നൃത്തവുമായി ബോധവൽക്കരണ പരിപാടി സജീവമായി. അല്പം പോലും നേരം നിങ്ങൾ പാഴാക്കിടല്ലേ, വന്നൊരു നല്ല വോട്ട് ചെയ്യൂ നാടിൻ നന്മയ്ക്കായി. സ്വീപ് മാതൃകാ പെരുമാറ്റച്ചട്ട നിരീക്ഷണത്തിനായുള്ള സി വിജിൽ പദ്ധതികളുടെ പ്രചാരകനായിട്ടാണ് തൃശൂരിൽ റോബോട്ട് എത്തിയത്. ശോഭ സിറ്റിയിലെത്തിയ റോബോട്ടിന്റെ ചലനങ്ങളും ശബ്ദവുമെല്ലാം കണ്ടുനിന്നവരിൽ കൗതുകമുണർത്തി. ന്യൂസ് 18 തൃശൂർ. പൊതുതെരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ ബൂത്ത് ലൊക്കേറ്റർ ആപ്പ്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ബൂത്തിലേക്കുള്ള വഴി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആപ്പിലൂടെ ലഭ്യമാണ്. കാസർഗോഡാണ് രാജ്യത്ത് ആദ്യമായി ബൂത്ത് ലൊക്കേറ്റർ ആപ്പ് പ്രാവർത്തികമാകുന്നത്. ഉദ്യോഗസ്ഥർക്കും വോട്ടർമാർക്കും പോളിംഗ് ബൂത്തുകളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇനി ഒറ്റ ക്ലിക്കിൽ ലഭ്യമാകും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇതിനുള്ള ആപ്പ് തയ്യാറാണ്.
ബൂത്തിന്റെ വിലാസവും റൂട്ട് മാപ്പുമെല്ലാം ഈ ആപ്പിൽ ലഭ്യം. ഈ ആപ്പ് വെച്ചിട്ട് ഒരാളുടെയും സഹായമില്ലാതെ പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ പോളിംഗ് ഓഫീസേഴ്സിനോ വളരെ കൃത്യമായി ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് QR കോഡ് വഴി ആപ്പ് ഉപയോഗിക്കാം. ബൂത്ത് സംബന്ധിച്ച വിവരങ്ങൾ ഫോട്ടോ സഹിതം ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. വോട്ടിംഗ് മെഷീൻ തകരാറുൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് ബൂത്തിലെത്താൻ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ആപ്പ് വഴികാട്ടും. ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഓരോ പോളിംഗ് സ്റ്റേഷനിൽ ഓരോ പോളിംഗ് ബൂത്തിലെ ഫെസിലിറ്റീസ് ഒക്കെ മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ പിക്ചറും അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ അവൈലബിൾ ആണ് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ആപ്പ് ആദ്യം ഉണ്ടാക്കിയത്. വോട്ടർമാർക്ക് യൂണിഫൈഡ് ID വഴിയും ആപ്പിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ സംവിധാനമുണ്ട്. കാസർഗോഡാണ് രാജ്യത്താദ്യമായി ബൂത്ത് ലൊക്കേറ്റർ ആപ്പ് പ്രാവർത്തികമാക്കുന്നത്. ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബുവിന്റെ ആശയം കാസർഗോഡ് കളക്ടറേറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷനാണ് പ്രാവർത്തികമാക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. വാർത്തകളിലേക്ക്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കലാവിരുന്നായ കൊച്ചി ബിനാലെക്ക് സമാപനം. ബിനാലെ കേരളത്തിന് ഒഴിച്ചുകൂടാനാകാത്തതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 30 രാജ്യങ്ങളിൽ നിന്നായി 94 കലാകാരന്മാരാണ് ഇത്തവണ ബിനാലെയുടെ ഭാഗമായത്. പ്രളയാനന്തര കേരളത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇത്തവണത്തെ ബിനാലെ. ആസ്പിൻ വാൾ ഹൗസ്, പെപ്പർ ഹൗസ്, കബ്രാൾ യാർഡ് എന്നിങ്ങനെ വിവിധ വേദികളിലായി 94ഓളം കലാകാരന്മാരുടെ സൃഷ്ടികൾ. 108 ദിവസം നീണ്ടുനിന്ന 4ാം ലക്കം ബിനാലെയുടെ സമാപന ചടങ്ങുകൾ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്നു. ഓരോ ബിനാലയ്ക്കും പുതുമയുണ്ടാകുന്നുവെന്നും ബിനാലയില്ലാത്ത കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ചിത്രകല മാത്രമല്ല, ശില്പകല മാത്രമല്ല, ഇൻസ്റ്റലേഷൻ പോലും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പോയിട്ട് ഉള്ള അന്വേഷണങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള പല അവതരണങ്ങൾ, ഇതൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു വലിയ സംഭാവനയാണ് ബിനാലെയുടെ. സമൂഹത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളെന്നാണ് ഓരോ സൃഷ്ടിയെയും ക്യൂറേറ്റർ അനിത ദുബൈ വിശേഷിപ്പിച്ചത്. ഊരാളി സംഘത്തിന്റെ സംഗീത വിരുന്നോടെയായിരുന്നു സമാപന ആഘോഷങ്ങൾ. അടുത്ത വർഷം മുതൽ ബിനാലെയുടെ ദൈർഘ്യം 120 ദിവസമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊച്ചി മധുര ദേശീയ പാതയിൽ നേര്യമംഗലത്തിന് സമീപം കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. രാജാക്കാട് നിന്ന് പിറവം പെരുവയിലേക്ക് പോകുകയായിരുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നേര്യമംഗലത്തിന് സമീപം 2ാം മൈലിൽ 200 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ കോതമംഗലം ബസീലിയോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രളയത്തിൽ തകർന്ന ചെമ്പകപ്പാറ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായില്ല. കാലവർഷത്തിന് 2 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴും പണി പൂർത്തിയാകാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന ചെമ്പകപ്പാറ പാലത്തിന്റെ സ്ഥിതിയാണിത്. ഇരുവശവുമുള്ള അപ്രോച്ച് റോഡുകൾ പ്രളയത്തിൽ ഒലിച്ചുപോയി. നാട്ടുകാർ തടിയും മുളയും ഉപയോഗിച്ച് താൽക്കാലിക സംവിധാനമൊരുക്കിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ചിന്നാർ പുഴയുടെ കുറുകെയുള്ള 9 പാലങ്ങൾക്ക് നാശമുണ്ടായെങ്കിലും ഏറ്റവും അധികം ജനങ്ങൾ ആശ്രയിക്കുന്നത് ചെമ്പകപ്പാറ പാലത്തെയാണ്. പാലത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ എത്രയും വേഗം നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം. ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറയുന്നത് വീണ്ടും മഴക്കാലം വരാൻ പോകുന്നു. 100 കണക്കിന് ആളുകൾ ഇരു പഞ്ചായത്തുകളും തമ്മിൽ ബന്ധപ്പെടേണ്ട സ്ഥിതിയുള്ള ഈ മേഖലയിൽ സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും ആരാധനാലയങ്ങളിൽ പോകാനും കേവലം ആശുപത്രിയിൽ പോകാനും പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇനി യാത്ര ചെയ്യാൻ യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഇതുവഴി ദിവസവും യാത്ര ചെയ്യുന്നത്. മഴക്കാലം ആരംഭിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് നന്മണ്ടയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് ബന്ധുക്കൾ. നന്മണ്ട ആലിൻചുവട് കടുങ്ങോൻകണ്ടി രാജേഷിനെയാണ് ബുധനാഴ്ച രാവിലെ വീടിന് സമീപത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിഹിത ബന്ധം ആരോപിച്ച് 7 സംഘം വീട് ആക്രമിച്ചതിന് പിന്നാലെയാണ് രാജേഷിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജേഷിന്റെ ബന്ധു ഉൾപ്പെട്ട ആക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകളും വീട്ടുപകരണങ്ങളും കാറും അടിച്ചു തകർത്തിരുന്നു. രാജേഷിനെയും അമ്മയെയും സഹോദരിയെയും ഇവർ മർദ്ദിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രാജേഷിനെ രാത്രി ആശുപത്രിയിൽ നിന്ന് കാണാതാവുകയും തുടർന്ന് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. കാലിനുൾപ്പെടെ സാരമായി പരിക്കേറ്റ രാജേഷിന് തൂങ്ങിമരിക്കാനാകില്ലെന്നും കൊലപാതകമാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഭാര്യയുടെ അനിയത്തിനെയും
അമ്മേന് കെഡ്സ്, അതുപോലെ ഇരുമ്പ് കമ്പി കൊണ്ടൊക്കെ അടിച്ച് കച്ചൊന്ന് അടിച്ച് തൂക്കി തന്നെയാണ്. മറ്റൊരിക്കലും എൻ്റെ ഈ പരിക്കുകളൊക്കെ പിന്നെ ഇപ്പോൾ ഒരു ശ്വാസം നലിക്കുന്നതിന് എന്നെ തൂങ്ങി വരണത് തന്നെയാവും അല്ലേ. അക്രമം തടയാനെത്തിയ നാട്ടുകാരെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞ് അക്രമികൾ മാറ്റി നിർത്തിയതായും ആരോപണമുണ്ട്. സംഭവത്തിൽ ബാലുശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 താമരശ്ശേരി. വയനാട് തിരുനെല്ലിയിൽ പ്രളയക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട കുടുംബം ഇപ്പോഴും പെരുവഴിയിൽ. ബാവലി ഓണിവയൽ സ്വദേശിനി ശാരദയും കുടുംബവുമാണ് കിടപ്പാടമില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. പ്രളയത്തിൽ മരം വീണ വീട് പൂർണ്ണമായും തകർന്നതോടെയാണ് കുടുംബം ദുരിതത്തിലായത്. കാടിനോട് ചേർന്നുള്ള വൻമരം വീടിന് മുകളിൽ വീഴുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും കുടുംബത്തിന് താമസിക്കാൻ വീടോ സ്ഥലമോ നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. വനമായതിനാൽ ഇവിടെ താമസവും ദുരിതപൂർണമാണ്. ഭൂമിക്കും വീടിനുമായി 10 ലക്ഷം രൂപ അധികൃതർ വാഗ്ദാനം ചെയ്തെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. അധികാരി പറഞ്ഞു ഞങ്ങളോട് അങ്ങോട്ട് പോവേ വേണ്ടെന്നാണ്. എല്ലാ കടലാസുകളും എഴുതി പഞ്ചായത്തിൽ നിങ്ങൾക്ക് ശരിയാക്കി തരും. അച്ഛനമ്മ ഒരു കാലത്തും ഞങ്ങൾ പോകരുത്, വഴി സൗകര്യമില്ല, നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. 84 വയസ്സ് എനിക്കായി, 72 വയസ്സ് പെണ്ണുങ്ങൾക്കായി. ഞങ്ങൾക്ക് ഇനി ജീവിതകാലം ഇനി ജീവിക്കാൻ വലിയ കാലാവധിയൊന്നുമില്ല. നമുക്ക് അവർ തരാൻ പറ്റുമെങ്കിൽ തന്നാൽ ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ ഞങ്ങൾ രണ്ടാളും കടന്ന് ചാവാൻ തീരുമാനിച്ചു. പ്രദേശത്തെ പള്ളിയിലാണ് കുടുംബം താൽക്കാലികമായി കഴിയുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുടുംബം കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. പരിഹാരമില്ലെങ്കിൽ തിരുനെല്ലി പഞ്ചായത്തിന് മുന്നിൽ സമരത്തിനൊരുങ്ങുകയാണ് കുടുംബം. ന്യൂസ് 18 വയനാട്. മടവൂർ മുട്ടാഞ്ചേരിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം ഉപയോഗിക്കാനാകാതെ നശിക്കുന്നു. 5 വർഷം മുൻപ് 7 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ആർക്കും ഉപകാരമില്ലാതെ നശിക്കുന്നത്. 4 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള ഒറ്റമുറി കെട്ടിട നിർമ്മാണത്തിന് 7 ലക്ഷം രൂപ വിനിയോഗിച്ചെന്ന അവകാശവാദത്തിനെതിരെ അന്നു തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി 5 വർഷം കഴിയുമ്പോഴും ഈ ഇടുങ്ങിയ ഒറ്റമുറി കെട്ടിടം ആശുപത്രിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് ആർക്കും അറിയില്ല. ഈ ഒരു ചെറിയൊരു കെട്ടിടത്തിന് 7 ലക്ഷം റുപ്യ മുടക്കിയിട്ട് എന്താണുള്ളത്? ഇതുവരെ ജനങ്ങൾക്കൊരു ഉപകാരം കിട്ടിയില്ല. ഇതിനോട് ചേർന്ന് ഗ്രാമപഞ്ചായത്ത് 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് ശുചിമുറിയും ഒരുക്കുന്നുണ്ട്. അപ്പോഴും 7 ലക്ഷത്തിന്റെ കെട്ടിടം ഇതുവരെ പ്രവർത്തന സജ്ജമായിട്ടില്ലെന്ന് നാട്ടുകാർ അധികാരികളെ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് 18 താമരശ്ശേരി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ ദിവ്യ ചേരും. നമസ്കാരം.